സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായ ഏലവും നീലഗിരി മലകളെ തടുകിത്തലോടുന്ന തേയിലച്ചെടികളും മണ്ണിനെ പൊന്നാക്കി മാറ്റിയ കറുത്ത പൊന്നും അതിലേറെ ആകാശസീമകളെ തൊട്ടുണർത്തുന്ന അമ്പരച്ചുംബികളായ സഖ്യപർവ്വത ശിഖരവും കുന്നുകളും താഴ്വരകളും അരുവികളും നീർച്ചാലുകളും കുളിർക്കാറ്റും കുളിർമഞ്ഞും പ്രകൃതിദത്തമായ ശീതളിമ പ്രദാനം ചെയ്യുന്ന സ്വാഭാവിക പ്രകൃതിയുടെ നേർക്കാഴ്ച കാൽവരി മൗണ്ട് എന്ന സുന്ദര ഗ്രാമം. സ്വിറ്റ്സർലൻഡിനെയും നൈനിറ്റാളിനെയും ശ്രീനഗറിനെയും വെല്ലുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ കലവറ. ചരിത്രത്തിലെങ്ങോ രേഖപ്പെടുത്താൻ കഴിയാതെ പോയെങ്കിലും മനുഷ്യജീവിതം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തളിരിട്ടതിന്റെ തിരുശേഷിപ്പുകൾ ഇന്നും നെഞ്ചോട് ചേർത്തിരിക്കുന്ന പുണ്യഭൂമി. നാരുപാറിയെന്ന് കാലം വിളിച്ചു മറന്ന കാൽവരി മൗണ്ട്. 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കാടിനോടും കാട്ടാനയോടും മണ്ണിനോടും മാരകരോഗത്തോടും കിടപിടിച്ച മനുഷ്യകരങ്ങൾ കീഴ്പ്പെടുത്തിയ കുടിയേറ്റ ജനത വിജയം വരിച്ച കാൽവരി മൗണ്ടിന്റെ നാൾ വഴികളിലേക്കൊരു എത്തിനോട്ടം. ഇല്ലായ്മയുടെ നീർക്കയത്തിൽ നിന്നും സംലഭ്യതയുടെ സുവർണ ശൃംഗത്തിലേക്ക് ചുവടുവച്ചതിന്റെ ദൃശ്യ ആവിഷ്കാരത്തിലൂടെ എൻ്റെ ദേവാലയം കാൽവരി മൗണ്ട് ഇടവകയുടെ നീണ്ടകാലത്തെ സ്വപ്നമായിരുന്ന പുതിയ ഒരു ദേവാലയം ജൂബിലി വർഷത്തിൽ സ്വാർത്ഥകമായിരിക്കുകയാണ്. ദൈവം കനിഞ്ഞു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഈ ദേവാലയം. വലിയ കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും പങ്കുവെക്കലിൻ്റെയും ഒത്തിരി പേരുടെ ത്യാഗത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ഫലമാണ് ഈ ദേവാലയം. ഈ ദേവാലയ കൂദാശ കർമ്മം നടത്തുമ്പോൾ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുക വളരെ ഉചിതമായ കാര്യമാണ്. 1967 ഈ ദേവാലയം ഇവിടെ ആരംഭിക്കുന്ന നിമിഷം മുതൽ ഇന്ന് വരെയുള്ള കാൽവരി മൗണ്ട് ഇടവകയുടെയും കാൽവരി മൗണ്ട് ദേവാലയത്തിൻ്റെയും കാൽവരി മൗണ്ട് കരയുടെയും എല്ലാം ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ് ഈ വീഡിയോ പ്രദർശനത്തിലൂടെ. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രദർശനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് കടന്നു പോകാം. കാൽവരി മൗണ്ട് ജനത സുവർണ ജൂബിലിയിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പിന്നിൽ 50 വർഷത്തെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും യാതനകളുടെയും ചരിത്രമുണ്ട്. 1960കളിൽ കാൽവരി മൗണ്ടുകാർ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി 3 പള്ളികളെയാണ് ആശ്രയിച്ചിരുന്നത്. കട്ടിങ്ങ് കേശവൻകുടി ഭാഗത്തുള്ളവർ നാരകക്കാനം പള്ളിയിലും ഈട്ടിക്കവല കൂട്ടക്കല്ല് ഭാഗത്തുള്ളവർ തങ്കമണി പള്ളിയിലും 8 മൈൽ നെല്ലിപ്പാറ പ്രദേശത്തുള്ളവർ നെല്ലിപ്പാറ പള്ളിയിലുമാണ് പോയിരുന്നത്. നാരകക്കാനം ഇടവക അന്ന് വാഴത്തോപ്പിന്റെ സ്റ്റേഷൻ പള്ളിയായിരുന്നു. വികാരിയായ ജോസഫ് കണ്ണാത്തുകുഴി അച്ഛൻ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാസത്തിൽ 1 തവണയെങ്കിലും വന്നിരുന്നു. നെല്ലിപ്പാറ പള്ളിയിൽ ഈ കാലഘട്ടത്തിൽ വട്ടക്കുന്നുംപുറം അച്ഛനായിരുന്നു വികാരി. തങ്കമണിയിൽ മുണ്ടയ്ക്കൽ അച്ഛനും. ഈ 3 പള്ളികളെ ആശ്രയിച്ചാണ് പ്രദേശവാസികൾ കൗദാശിക ആവശ്യങ്ങൾ നടത്തിയിരുന്നത്. കോരിച്ചൊരിയുന്ന മഴയും ആഞ്ഞടിക്കുന്ന കോടക്കാറ്റും ആനത്താരകളുടെ ഇരുവശങ്ങളിലുമായി കൂട്ടം കൂട്ടമായി വളർന്നു നിൽക്കുന്ന മേച്ചിൽ പുല്ലും മൂലം സമീപ ഇടവകളിലെ പള്ളികളിൽ എത്തിപ്പെടാൻ പരിമിതികളുണ്ടായിരുന്നു. 1965-66 കാലഘട്ടത്തിൽ വേലിക്കകത്ത് കൊച്ചിനോട് വാങ്ങിയ 3/4 ഏക്കർ സ്ഥലവും അതിനോട് ചേർന്ന് കിടന്ന കുറെ തരിശ് ഭൂമിയും ചേർത്ത് ഏതാണ്ട് 1.5 ഏക്കറോളം സ്ഥലം പള്ളിക്ക് വേണ്ടി തിരിച്ചിട്ടു. വേലിക്കകത്ത് കൊച്ചിന്റെ 4 കാൽ കൂരയിൽ പുളിയൻമലയിൽ നിന്നും കൊർണേരിയൂസ് വാണിയപ്പുരയ്ക്കലച്ഛൻ വരികയും ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഹൈറേഞ്ചിലെ പല പള്ളികളുടെയും സ്ഥാപകനായിരുന്ന സേവ്യർ പുൽപ്പറമ്പിലച്ഛന്റെ സഹപ്രവർത്തകനും അസിസ്റ്റന്റുമായിരുന്നു വാണിയപ്പുരയ്ക്കലച്ഛൻ. കൃഷി പുരോഗമിച്ച് താമസം ഉറപ്പിച്ചതോടെ പ്രദേശമാകെ കൂടുതൽ തെളിയുകയും ഓരോ കുടിയേറ്റ ഗ്രൂപ്പുകൾ തമ്മിൽ ബന്ധപ്പെടാൻ ഇടയാകുകയും ചെയ്തപ്പോൾ ഇടവക ദേവാലയത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങി. തങ്കമണി വികാരിയുമായി ഇടവക സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും കോതമംഗലം രൂപതാ കേന്ദ്രവുമായി ബന്ധപ്പെടുകയും ചെയ്തെങ്കിലും ഒരു ഇടവക വൈദികനെ നിയോഗിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. അങ്ങനെയിരിക്കെ പുളിയൻമലയിലെ CMI കൊവേന്തയിലെത്തി കുന്നത്തുപുറയത്തിൽ അച്ഛനോട് ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹവും മറ്റ് 2 അച്ഛന്മാരും ചേർന്ന് ഇവിടെയെത്തി സ്ഥിതിഗതികൾ ബോധ്യപ്പെട്ടപ്പോൾ കളമശ്ശേരിയുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇക്കാര്യങ്ങൾക്ക് സേവ്യർ പുൽപ്പറമ്പിൽ അച്ഛന്റെ സഹായവും ലഭിച്ചു. മഠത്തിനകത്ത് അവറാച്ചൻ,
മങ്ങാട്ട് കുഞ്ഞ്, ഏറത്ത് കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കളമശ്ശേരിയിലെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. ആഗസ്റ്റസ് തേക്കിനാത്തച്ഛനെ അയക്കാമെന്ന് പ്രൊവിൻഷ്യാളായിരുന്ന ജോസഫാത്ത് പയ്യപ്പള്ളി അച്ഛൻ സമ്മതിച്ചു. 1967 ജൂലൈ 27 തെയോബോൾഡ് അച്ഛനും ജോസ് മാളിയേക്കൽ അച്ഛനും ഒന്നിച്ച് അഗസ്റ്റസ് തേക്കനാത്ത് അച്ഛൻ കാൽവരി മൗണ്ടിലെത്തി. ബഹുമാനപ്പെട്ട കൊർണേരിയോസ് വാണിയപ്പുരയ്ക്കൽ അച്ഛനും കാൽവരി മൗണ്ടിലെ ദേവാലയ രൂപീകരണത്തിന് ഉത്സാഹപൂർവ്വം നിന്ന കർഷക പ്രമുഖരും ചേർന്ന് അച്ഛനെ സ്വീകരിച്ചു. ഒരു നല്ല കുട്ട നിറയെ ചെണ്ടമുറിയൻ കപ്പ പുഴുങ്ങിയതും വത്തലമുളക് അരച്ചതും തൊണ്ടുകാപ്പിയും നാട്ടുകാർ അച്ഛന്മാർക്ക് നൽകി. അച്ഛന്മാർ കൊണ്ടുവന്ന കുറച്ച് ഏത്തക്കായും താറാമുട്ട പുഴുങ്ങിയതും കൂടി എല്ലാവരും പങ്കുവച്ച് കഴിച്ചു. ഇക്കാര്യങ്ങൾ ഇപ്പോഴും ബഹുമാനപ്പെട്ട അഗസ്റ്റസ് അച്ഛന്റെ ഓർമ്മയിൽ ഇന്നും മായാതെ നിൽക്കുന്നു. ഇപ്പോൾ പള്ളിയിരിക്കുന്ന ഭാഗത്ത് 15 അടി നീളവും 10 അടി വീതിയുമുള്ള പുല്ലുമേഞ്ഞ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുർബാന, അച്ഛന്റെ താമസം, പള്ളിക്ക് വേണ്ടി ഷെഡ് പണിയൽ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. തെയോബോൾഡ് അച്ഛനും മാളിയേക്കൽ അച്ഛനും വൈകുന്നേരത്തോടെ കളമശ്ശേരിക്ക് തിരിച്ചുപോയി. അഗസ്റ്റസ് അച്ഛനും കൊർണേരിയോസ് അച്ഛനും കല്യാണത്തണ്ടിൽ മങ്ങാട്ട് ചാക്കോച്ചന്റെ ഏല സ്റ്റോർ സന്ദർശിച്ച ശേഷം നാരേക്കാനം പള്ളിയിലേക്ക് പോയി. അവിടെ കുർബാന അർപ്പിക്കാൻ താൽക്കാലികമായ ഒരു ഷെഡും അച്ഛന് താമസിക്കാൻ മറ്റൊരു ഷെഡും ഉണ്ടായിരുന്നു. 1967 ഏപ്രിൽ മുതൽ ബഹു തോമസ് മലയക്കൊടി അച്ഛനായിരുന്നു അവിടുത്തെ വികാരി. അന്ന് അവിടെ കഴിഞ്ഞുകൂട്ടി. പിറ്റേ ദിവസം കാൽവരി മൗണ്ടിലെത്തി നരിമറ്റം ഔതച്ചേട്ടന്റെ വസതിയിൽ വച്ച് ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തു. 8-ാം മൈൽ നെല്ലിപ്പാറ, 10-ാം മൈൽ കൂട്ടക്കല്ല്, ഡബിൾ കട്ടിങ് ഭാഗത്തു നിന്നും കുറെ പേർ പങ്കെടുത്തു. കുർബാനയ്ക്കും താമസിക്കാനുമായി ഷെഡ് പുല്ലുമേഞ്ഞ് ഈറ്റകൊണ്ട് ഒരു വാതിൽ ഉണ്ടാക്കി പണിയുവാനും 2 കട്ടിൽ, വലിപ്പമുള്ള ഒരു മേശ, ഒരു കസേര, 3.25 അടി ഉയരത്തിൽ ഒരു നീളം കൂടിയ മേശ, 2-3 കുടങ്ങൾ, കലങ്ങൾ എല്ലാം സജ്ജമാക്കാനും തീരുമാനിച്ചു. അഗസ്റ്റസ് അച്ഛൻ ആലുവയ്ക്കും കൊർണേരിയോസ് അച്ഛൻ പുളിയമ്മലയ്ക്കും പോയി. മേശവിരികൾ, തിരിക്കാലുകൾ, കാസ, പീലാസ മുതലായവ ശേഖരിച്ച് 2-3 ദിവസം കഴിഞ്ഞ് അഗസ്റ്റസ് അച്ഛൻ 10-ാം മൈലിൽ മുണ്ടാട്ട് പേരപ്പന്റെ വീട്ടിലെത്തി. കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനു വേണ്ടി പുളിയമ്മല കൊവയന്തിയിൽ താമസിച്ചുകൊണ്ട് അഗസ്റ്റസ് അച്ഛൻ എല്ലാ ദിവസവും വന്നിരുന്നു. അത്യാവശ്യ ഉപകരണങ്ങൾ നെല്ലിപ്പാറയിൽ നിന്നും കിഴക്കേൽ തൊമ്മച്ചൻ വഴി വാങ്ങിച്ചു. ബഹുമാനപ്പെട്ട കൊർണേരിയോസ് അച്ഛനും ഒത്തുചേർന്ന് ബഹുമാനപ്പെട്ട അഗസ്റ്റസ് അച്ഛൻ 1967 ഓഗസ്റ്റ് 27 ആദ്യ ദിവ്യബലി അർപ്പിച്ചു. മഴ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പുറത്തു നിന്നിരുന്നു. കുർബാന കഴിഞ്ഞ് ഒരു വലിയ ഷെഡ് പണിയാൻ എല്ലാവരും കൂടി തീരുമാനിച്ചു. 60 അടി വലിപ്പത്തിൽ ഇപ്പോഴത്തെ പള്ളിയിരിക്കുന്ന സ്ഥലത്ത് കരിങ്കല്ലുകൊണ്ട് തറകെട്ടി കാട്ടുതടിയുടെ തൂണുകൾ നാട്ടി ചുറ്റും പരമ്പുകൊണ്ട് മറച്ച് തറയ്ക്ക് ചാണകം മെഴുകി സജ്ജീകരിക്കുന്നതിന് തീരുമാനമെടുത്തു. ഈ കാലഘട്ടത്തിൽ കാൽവരി മൗണ്ട് പ്രദേശത്ത് കത്തോലിക്ക കുടുംബങ്ങളുടെ കണക്കെടുത്തപ്പോൾ 105 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. തികച്ചും പരിമിതമായ സാഹചര്യത്തിൽ ദാരിദ്ര്യവ്രതത്തിന്റെ നേർക്കാഴ്ചയായി ഒരു സാധാരണ കുടിയേറ്റ കർഷകനെ പോലെ ആഗസ്റ്റസ് അച്ഛൻ തന്റെ പ്രയാണം തുടങ്ങി. പ്രദേശവാസികൾക്ക് വിദ്യാഭ്യാസ സൗകര്യമില്ലാതിരുന്നതിനാൽ 1968 സെന്റ് ജോർജ് LP സ്കൂൾ ആൻഡ് UP സ്കൂൾ എന്ന പേരിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ ആരംഭിച്ചു. 6-ാം ക്ലാസ് വരെ മാത്രമേ ഇങ്ങനെ പഠിപ്പിക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ വർഷം 5-ാം ക്ലാസ് വരെ ഇത്തരത്തിൽ ആരംഭിച്ചു. ഇടിയാകുന്നേൽ സാർ, തങ്കച്ചൻ സാർ, മുട്ടത്തുകുന്നേൽ കുഞ്ഞുകുട്ടി സാർ, നടക്കൽ മാണി സാർ, ആക്കാട്ട് ജോസഫ് സാർ എന്നിവരായിരുന്നു ആദ്യ അധ്യാപകർ. 1969 ഫെബ്രുവരിയിൽ ഇടവകയുടെ ആത്മീയ ആവശ്യങ്ങളിൽ സഹായിക്കുന്നതിനും സ്കൂളിൽ പഠിപ്പിക്കുന്നതിനുമായി ഫാദർ വർഗീസ് കിളിയന്തറ നിയമിതനായി. 1969 മുതൽ അദ്ദേഹമായിരുന്നു പ്രഥമ അധ്യാപകൻ. 1970 മെയ് 17 കർമ്മലീത്ത സന്യാസിനി സമൂഹം സ്ഥാപിതമായി. അതോടുകൂടി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും പള്ളിക്കുടത്തിൽ പഠിപ്പിക്കുവാൻ സഹായിച്ചു തുടങ്ങി. 1970 മെയ് മാസത്തിൽ ഫാദർ പയസ് വല്ലൂരാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനും പള്ളിക്കാര്യങ്ങൾ സഹായിക്കുന്നതിനുമായി വന്നു. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട കിളിയന്തറ അച്ഛൻ ഡിഗ്രി പഠനത്തിനായി മൈസൂരിലേക്ക് പോയി. 1969
മാർച്ച് 19 മണ്ണുകുളത്ത് വർഗീസ് ചാക്കോയുടെ നിര്യാണത്തോടെ സെമിത്തേരി സ്ഥാപിക്കേണ്ടതായി വന്നു. കോതമംഗലം രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ മാത്യു പോത്തനാമൊഴിയുടെ പിതൃസഹജമായ സൗമനസ്യം കൊണ്ട് ബഹുമാനപ്പെട്ട അഗസ്റ്റസ് അച്ഛനെ വികാരിയായി നിയമിക്കുകയും ഇടവകയുടെ അവകാശങ്ങളും അധികാരങ്ങളും നൽകുകയും ചെയ്തു. അതോടുകൂടി 10 മൈൽ എന്നതിനും നാരുപാറ എന്നതിനു പകരം ശ്രീ അവറാച്ചൻ മഠത്തിനകത്തിന്റെ അഭിപ്രായം ഉൾക്കൊണ്ടുകൊണ്ട് കാൽവരി മൗണ്ട് എന്ന പേര് ഇടവകയ്ക്ക് സ്വീകരിച്ചു. 1969 മാർച്ച് 25 ഇടവകയായി ഉയർത്തിക്കൊണ്ടുള്ള അഭിമന്യ പിതാവിന്റെ വിജ്ഞാപനം ബഹുമാനപ്പെട്ട വികാരി അച്ഛന് ലഭിച്ചു. കപ്പിത്താൻ കുന്നിൽ സ്കൂളിനു വേണ്ടി കരിങ്കല്ലുകൊണ്ട് തറകെട്ടുകയും കുറച്ച് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുകയും ചെയ്തു. തടി വാങ്ങുന്നതിനും ആസ്പെറ്റോസ് ഷീറ്റ് വാങ്ങുന്നതിനും കുറച്ച് വിദേശ സഹായം ലഭിച്ചിരുന്നു. ഇടവകാംഗങ്ങളുടെ പിരിവുകളും പൊതുപണിയും ചേർത്ത് സ്കൂൾ കെട്ടിടം ഭാഗികമായി കടം കൂടാതെ പണിതു. ക്രമേണ 1970-71 അധ്യയന വർഷമായപ്പോൾ മുതൽ ഇപ്പോൾ ഹൈസ്കൂൾ ഇരിക്കുന്ന സ്ഥലത്ത് സെന്റ് ജോർജ് UP സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 1969 ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാറ്റിലും മഴയിലും മരം കോച്ചുന്ന തണുപ്പിലും ദേവാലയം എന്ന സ്വപ്നത്തെ താലോലിച്ചുകൊണ്ട് ഇടവക ജനം ഒന്നാകെ അഗസ്റ്റസ് അച്ഛനോടൊപ്പം നിർമ്മാണത്തിലേർപ്പെട്ടു. പള്ളി പണിക്കു വേണ്ടി തേവര കോളേജിന്റെ പണിക്കാരായിരുന്ന അഗസ്റ്റസ് അച്ഛന്റെ സുഹൃത്തുക്കൾ മാത്തോച്ച, ജൂസ, പൈലി എന്നിവരും മരപ്പണിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് തങ്കപ്പനാശാരിയും അക്ഷീണം പ്രയത്നിച്ചു. കളമശ്ശേരി പ്രൊവിൻസിൽ നിന്ന് ലഭിച്ച 18,000 രൂപ കൊണ്ട് ഇടവകാംഗങ്ങളുടെ സഹകരണത്തോടെ ആശ്രമഭാഗം പണിത് പൂർത്തിയാക്കി. 1971 ഫെബ്രുവരി 27 ദേവാലയത്തിന്റെ കൂദാശ കർമ്മം മാർ മാത്യു പോത്തനാമൊഴി നിർവഹിച്ചു. കാൽവരി മൗണ്ടിൽ നിന്നുള്ള ആദ്യ വൈദികൻ ഫാദർ ഐപ്പ് SJ പാലാപ്പറമ്പിലാണ്. 1972 മാർച്ച് 19 തിരുപ്പട്ടം. ജസ്യൂട്ട് വൈദികനായിരുന്ന അദ്ദേഹം 1991 മെയ് 7 ഗുജറാത്തിൽ വച്ച് മരിച്ചു. 1972 അധ്യയന വർഷത്തിൽ കിളിയന്തറ അച്ഛൻ തിരിച്ചുവരികയും പൈസച്ചൻ ആലുവയിലേക്ക് സ്ഥലം മാറി പോകുകയും ചെയ്തു. 6 വർഷത്തെ നിസ്തൂലമായ സേവനത്തിന് ശേഷം 1973 ഏപ്രിലിൽ ആദ്യം അഗസ്റ്റസ് അച്ഛൻ കൊടുവേലി ആശ്രമം സുപ്പീരിയറായി സ്ഥലം മാറിപ്പോയി. കളമശ്ശേരി SH പ്രൊവിൻസിന്റെ യുവ മിഷണറിയായ നാരുപാറ എന്ന കുടിയേറ്റ ഗ്രാമത്തെ ദൈവജന കൂട്ടായ്മയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ നിയോഗിക്കപ്പെട്ട യേശുവിന്റെ ധീര പോരാളി. കാറ്റിനെയും മഞ്ഞിനെയും സാധാരണക്കാരന്റെ ആത്മനൊമ്പരങ്ങളെയും നെഞ്ചിലേറ്റിയ വ്രതവാഗ്ദാനങ്ങളുടെ ആത്മാവിഷ്കാരമായ ചാവറ പിതാവിന്റെ പ്രിയ ശിഷ്യൻ ഫാദർ അഗസ്റ്റസ് തേക്കിനാത്ത് CMI, കാൽവരിയുടെ പ്രഥമ വികാരി. 1967 മുതൽ 1973 വരെ 6 വർഷക്കാലം കാൽവരി മൗണ്ട് എന്ന കുടിയേറ്റ ഗ്രാമത്തെ വിശ്വാസ തീഷ്ണതയിൽ നയിച്ച അച്ഛന്റെ വാക്കുകളിലേക്ക്. എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയെന്നേ ഞാൻ പറയുള്ളൂ. ഇത് കാണാനായിട്ട് വളരെ മനോഹരമായ ഒരു പള്ളിയും പരിസരവും, അതുപോലെ തന്നെ ഇവിടെ വലിയൊരു കൂട്ടായ്മയുണ്ട് ഞാൻ കേട്ടു. ഏതാണ്ട് 500 വീട്ടുകാരോളം ഉണ്ടെന്ന് പറയുമ്പോൾ 100 ചിറ്റാനും വീട്ടുകാരായിട്ട് നമ്മൾ തുടങ്ങിയത്. അത് തന്നെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എല്ലാം സ്കാറ്റേഡ് ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു കപ്പയിട്ടും മറ്റും അങ്ങനത്തെ ചെയ്തതുള്ളൂ. ആ സമയത്ത് ഇത് വളർന്നു വന്നിട്ട് ഓരോ ദിവസവും വളരുകയാണ് ചെയ്തത്. ആ വളർച്ചയ്ക്ക് വലിയൊരു കാര്യം വളരാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മളവർക്കും ചിന്തിക്കുന്നേക്കാൾ കൂടുതലുള്ള വളർച്ച ഇപ്പം ഞാൻ പല സ്ഥലത്ത് ജോലി ചെയ്തിട്ടുള്ള കാരണം എനിക്കറിയാം ഇത് ഇത്രയും ഒരു ഭംഗിയായിട്ടുള്ള രീതിയിൽ വളരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിന് വളരെ നന്ദിയുണ്ട്. അതേസമയം നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനമുണ്ട്. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞതല്ല, എല്ലാവർക്കും അഭിനന്ദനമുണ്ട്, എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാവരുടെയും സഹകരണത്തിന്റെ ഒരു വലിയൊരു മാറ്റ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം തുടങ്ങിയതിന് ഒട്ടും കുറവില്ലാത്ത രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നതാണ്. അതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം പിന്നെ പിന്തിരിപ്പന്മാരാരും ഇല്ലാതെ പോയി. അങ്ങനെ അതുകൊണ്ട് നന്നായിരിക്കും. ഏതായാലും എല്ലാവർക്കും ഭാവുകങ്ങൾ നന്നായി പറയുന്നു. അഗസ്റ്റസ് അച്ഛന് ശേഷം ഫാദർ പയസ് വല്ലൂരാൻ വികാരിയായി കാൽവരി മൗണ്ടിലെത്തി. അതോടെ ഒരു പുതുയുഗം ആരംഭിക്കുകയായി. 10 മൈൽ തങ്കമണി ജീപ്പ് റോഡ് മാത്രമാണ് അന്നുണ്ടായിരുന്ന വീതി കൂടിയ വഴി. ഇന്ന് കാണുന്ന വഴികളെല്ലാം ബഹുമാനപ്പെട്ട പയസച്ചന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചവയാണ്. കാത്തലിക് റിലീഫ് സർവീസിന്റെ ഫുഡ് ഫോർ വർക്ക് പദ്ധതി ഹൈറേഞ്ചിൽ ഏറ്റവും കാര്യക്ഷമമായി നടപ്പാക്കിയത് പയസച്ചനാണ്.
കാൽവരി സ്റ്റേഡിയം എന്ന ആശയത്തെ ലക്ഷ്യം വച്ചുകൊണ്ട് പണി ആരംഭിച്ചു. ഭക്ഷ്യക്ഷാമം രൂക്ഷമായ 1975 കാലഘട്ടത്തിൽ 200-ൽ അധികം ആളുകൾ വരെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പോലും പണിക്കായി എത്തിയിരുന്നു. മണ്ണൊലിപ്പ് തടയുന്നതിനുള്ള കല്ല് കയ്യാല പദ്ധതിയും ഇതോടൊപ്പം നടപ്പാക്കി. വിവിധ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിനും നാടിന്റെ വികസനത്തിനും ആയിരുന്നു പിന്നീടുള്ള ശ്രമം. 1976 മെയ് മാസത്തിൽ കാൽവരി മൗണ്ട് പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായി. നിരന്തരമായ നിവേദനങ്ങളുടെയും പരിശ്രമത്തിന്റെയും ഫലമായി ശ്രീ BT സെബാസ്റ്റ്യൻ ഇടുക്കി MLA ആയിരിക്കെ പഞ്ചായത്ത് പ്രസിഡന്റായ അടക്കനാട്ട് പാപ്പച്ചന്റെ സഹായത്തോടെ 1979-ൽ LP സ്കൂളിന് അംഗീകാരം നേടിയെടുത്തു. LP സ്കൂൾ പൂർത്തിയാക്കുന്നതിനു മുമ്പ് തന്നെ 1982-ൽ UP സ്കൂളും 1983-ൽ ഹൈസ്കൂളും എയ്ഡഡ് സ്കൂളായി സ്ഥാപിതമായി. ഈ സ്കൂളുകൾക്ക് കാൽവരി സ്കൂളുകൾ എന്ന് നാമകരണം ചെയ്തു. LP സ്കൂൾ ആദ്യം പ്രവർത്തിച്ചിരുന്നത് ഇപ്പോഴത്തെ ഹൈസ്കൂൾ കെട്ടിടത്തിലാണ്. UP സ്കൂളും അവിടെ തന്നെ ആരംഭിച്ചു. എന്നാൽ ഹൈസ്കൂൾ ലഭിച്ചപ്പോൾ പുതിയ കെട്ടിടം പണിയേണ്ടതായി വന്നു. ഇപ്പോഴത്തെ LP സ്കൂൾ ഇരിക്കുന്ന കെട്ടിടം പണിത് ഹൈസ്കൂൾ അങ്ങോട്ട് മാറ്റി. UP സ്കൂളിനു വേണ്ടി മറ്റൊരു കെട്ടിടം പണിത് പൂർത്തിയാക്കി. LP സ്കൂൾ ഇപ്പോഴത്തെ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ഹൈസ്കൂളിന്റെ പ്രവർത്തനം നിലവിലുള്ള കെട്ടിടത്തിൽ ക്രമീകരിക്കുകയും ചെയ്തു. അച്ഛനും ഇടവക അംഗങ്ങളും രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത് കല്ലും തടിയും പണവും സ്വരൂപിച്ച് സ്കൂൾ കെട്ടിടങ്ങളുടെ പണി പൂർത്തിയാക്കി. 1983-87 കാലഘട്ടത്തിൽ 37 പൊതുപ്പണി വരെ ഒരു കുടുംബത്തിന് ചെയ്യേണ്ടതായി വന്നു. ഒപ്പം പിരിവുകളും. 1980-81-ൽ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അച്ഛൻ ആരംഭിച്ചു. 232 പേരെ മിനിമം ഗ്യാരണ്ടി കരാറിൽ ഒന്നിപ്പിച്ച് ഇടവകയുടെ മുക്കിലും മൂലയിലും വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തി. വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സർവകാല റെക്കോർഡായിരുന്നു. 1981 ഡിസംബർ 23-ന് കാൽവരി മൗണ്ടിൽ വൈദ്യുത ദീപം തെളിഞ്ഞു. ആ വർഷത്തെ ക്രിസ്മസ് ഒരു അത്യപൂർവ അനുഭവമായിരുന്നു. 1968-ൽ കാൽവരി മൗണ്ട് കുരിശുമലയിൽ കുരിശ് സ്ഥാപിക്കപ്പെട്ടു. നോമ്പുകാലത്ത് കുരിശുമല കയറ്റവും തുടങ്ങി. 1981 സെപ്റ്റംബർ 14-ന് കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം ഇന്ന് കാണുന്ന കോൺക്രീറ്റ് കുരിശ് വെഞ്ചിരിച്ചു. 1983-ൽ ഹൈസ്കൂൾ അനുവദിച്ചതോടെ പ്രൈവറ്റായി നടത്തിവന്നിരുന്ന സെന്റ് ജോർജ് സ്കൂൾ ചരിത്രത്തിന്റെ ഭാഗമായി. 1972-ൽ കിളിയന്തറ അച്ഛൻ ആരംഭിച്ച ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 1982-ൽ ലൈബ്രറി കൌൺസിലിന്റെ അംഗീകാരമുള്ള പബ്ലിക് ലൈബ്രറിയായി മാറി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്നിവ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട പയസ് അച്ഛനാണ്. പള്ളിവക സ്ഥലം വിട്ടുകൊടുത്താണ് അംഗൻവാടി സ്ഥാപിച്ചത്. 14 വർഷത്തെ ദീർഘവീക്ഷണത്തോടെയുള്ള അക്ഷീണ പ്രയത്നത്താൽ കാൽവരി മൗണ്ടിന്റെ തനതായ ഒരിടം ഇടുക്കി ജില്ലയിലും കോതമംഗലം ഇടുക്കി രൂപതകളിലും ഉണ്ടാക്കിക്കൊണ്ട് അച്ഛൻ 1987 ജൂൺ മാസത്തിൽ തേവര ലിറ്റിൽ ഫ്ലവർ പ്രസിന്റെ മാനേജരായി സ്ഥലം മാറിപ്പോയി. 1987 നവംബർ മാസത്തിൽ കാൽവരി മൗണ്ടിലെ ചെറുകിട കർഷകരുടെ പ്രതീക്ഷയായി ക്ഷീര കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് കാൽവരി മൗണ്ട് ആപ്കോസ് പ്രവർത്തനം ആരംഭിച്ചു. ദീർഘവീക്ഷണവും കഠിനാധ്വാനവും കൊണ്ട് മണ്ണിനെയും കാൽവരി മക്കളുടെ മനസ്സിനെയും സ്വർണവർണ്ണമണിയിച്ച CMI സഭയുടെ പതറാത്ത അമരക്കാരൻ, പകരം വയ്ക്കാനില്ലാത്ത ധീരനായ പോരാളി, ആത്മീയ ചിന്തകൾക്കൊപ്പം അന്നം കണ്ടെത്താനുള്ള വഴികളും കാൽവരി മൗണ്ടുകാരെ പഠിപ്പിച്ച 1973 മുതൽ 1987 വരെ ഒരു വ്യാഴവട്ടക്കാലത്തിനപ്പുറം തന്റെ യുവത്വം കാൽവരി മൗണ്ട് എന്ന ഗ്രാമത്തിന് രൂപം നൽകാൻ മാറ്റിവെച്ച കാൽവരി മൗണ്ടിന് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ വൈദിക ശ്രേഷ്ഠൻ. നീണ്ട 14 വർഷക്കാലം കാൽവരി മൗണ്ടിനെ നയിച്ച് കാൽവരി മൗണ്ടിന്റെ മാറ്റത്തിന്റെ കാറ്റായി മാറിയ അച്ഛന്റെ വാക്കുകളിലേക്ക്. കാൽവരി മൗണ്ട് കുടുംബാംഗങ്ങളെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിന് ദേവാലയം പുനർനിർമ്മിച്ച് മനോഹരമായ ഒരു ദേവാലയമാക്കി തീർത്ത് ആശ്രയിലും മറ്റു പല വിധത്തിലുള്ള സഹകരണത്തിലും ദേവാലയത്തിന്റെ ഉദാശകർമ്മം നിർവഹിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ രാഷ്ട്രം കൊണ്ടും സഹായം കൊണ്ടും എല്ലാ വിധത്തിലുള്ള സഹകരണത്തിൽ കൊണ്ട് ധന്യരായ ഈ ഇടവകക്കാർക്ക് ഏറ്റവും സ്നേഹപൂർവ്വമുള്ള ആശംസകൾ നേരുന്നു. കാൽവരി കൊണ്ട് കുടുംബാംഗങ്ങൾ
കഴിഞ്ഞ 50 വർഷം വളരെ ഏറെ ത്യാഗം സഹിച്ച് വളരെയേറെ സ്നേഹത്തോടുകൂടിയുള്ള സഹകരണം കൊണ്ട് ഇടവകയെ ധന്യമാക്കുകയും ഇടവകയ്ക്ക് പുതിയൊരു ദേവാലയം നിർമ്മിക്കുന്നതിനും ഇതിനു മുമ്പ് പാരിഷ് കൗൺസിൽ ഉയർത്താനും സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ആശംസകൾ നേരുന്നു. ഏറെ ത്യാഗം സഹിച്ചിട്ടുള്ള, ഏറെ സ്നേഹം നിറഞ്ഞ സഹകരണം നൽകിയിട്ടുള്ള മറ്റു സ്ഥാപനങ്ങളെ നമുക്ക് പ്രത്യേകമിതും ഓർമ്മിക്കാം. പയസച്ചിന് ശേഷം ഫാദർ ജോസഫ് കുളക്കാട്ട് വികാരിയായി നിയമിതനായി. കാൽവരി മൗണ്ട് ഇടവകയ്ക്ക് ആത്മീയതയുടെ ഒരു പുത്തൻ ഉണർവ് സമ്മാനിച്ച് സംഘടനകളെ ശക്തിപ്പെടുത്തി ഇടവക ജനങ്ങളെ നയിച്ചു. പ്രൗഢഗംഭീരമായ സുവിശേഷ വ്യാഖ്യാനത്തിലൂടെ ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കുന്നതിനും ശാന്തവും സന്തോഷപൂർണവുമായ ജീവിതം നയിക്കുന്നതിന് ഒരു ആത്മീയ സ്രോതസ്സായി അദ്ദേഹം നിലകൊണ്ടു. ശാന്തഗംഭീരമായ ആശയങ്ങളിലൂടെ ഇടവക ജനങ്ങളുടെ മനസ്സിനെ തൊട്ടുണർത്തിയ ലാളിത്യത്തിന്റെയും അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും ആൾരൂപം ഫാദർ ജോസഫ് കുളക്കാട്ട് CMI. 1987 മുതൽ 1989 വരെ ഇടവകയെ നയിച്ച അച്ഛന്റെ വാക്കുകളിലേക്ക്. കാൽവരി മൗണ്ട് ഇടവകയുടെ സുവർണ ജൂബിലി വർഷമാണല്ലോ ഇത്. ഇടവക തുടങ്ങിയിട്ട് 50 വർഷം തികയാണ്. ഈ അവസരത്തിൽ ഇടവകങ്ങൾക്കും വികാരിയച്ഛൻ ഇടവകങ്ങൾക്കും ഹൃദയപൂർവ്വം ജൂബിലിയുടെ 1000 മംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവ് സ്വർഗരാജ്യത്തിൽ ഉപമിച്ചിരിക്കുന്നത് കടുകുമണിയോടാണ്. കടുകുമണി വിത്തുകൾ ഏറ്റവും ചെറുതാണ്, എങ്കിലും അത് മുളച്ചു വളർന്ന് വലുതായി അതിൽ പക്ഷികൾക്ക് ചേക്കേറാനും മൃഗങ്ങൾക്ക് അതിൻ്റെ തണലിൽ വസിക്കുവാനായിട്ടും നിമിത്തമായി തീർന്നു. ഇതുപോലെ കാൽവരി മൗണ്ട് ഇടവക ഏറ്റവും ചെറുതായിട്ടാണ് മറ്റ് ഇടവകളെ അപേക്ഷിച്ച് വളരെ ചെറിയ ഇടവകയായിട്ടാണ് തുടങ്ങിയത്. എന്നാൽ വികാരിയച്ഛനും ജനങ്ങളുമായിട്ടുള്ളതായ ആ സഹകരണവും ഐക്യവും, അതുപോലെ ഇടവകക്കാർ തമ്മിലുള്ളതായ സഹകരണവും അവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും ധാരണയും എല്ലാം വഴിയായിട്ടാണ് ഇന്നത്തെ നിലയിലേക്ക് അത് എത്തിച്ചേരുവാനായിട്ട് ഇടയായത്. മറ്റ് ഇടവകളെ അപേക്ഷിച്ച് ഈ ഇടവക തുടങ്ങി 1 വർഷം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോഴേക്കും നല്ല പള്ളി പണിയാനായിട്ട് സാധിച്ചു. ഈ അവസരത്തിൽ ഇടവകങ്ങൾക്കും വികാരിയച്ഛനും ഇടവകങ്ങൾക്കും എല്ലാവിധ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊള്ളുന്നു. കുളക്കാട്ട് അച്ഛന് ശേഷം കാൽവരി UP സ്കൂളിലെ അധ്യാപകനായിരുന്ന ഫാദർ ജോർജ് തടത്തിൽ വികാരിയായി. ഈ കാലഘട്ടം കഴിഞ്ഞകാല പ്രതിസന്ധികളുടെ അതിജീവനത്തിന്റെ കാലഘട്ടമായിരുന്നു. സാധു കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായിക്കുന്ന ലഘുനിക്ഷേപ പദ്ധതിയായ വിവാഹ സഹായനിധി ആരംഭിച്ചു. യശശരീരനായ ഫാദർ ജോസ് മാളിയേക്കലച്ചനാണ് ഇതിന് നേതൃത്വം നൽകിയത്. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനും വിവിധ ഘട്ടങ്ങളിലുള്ള കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ പരിശീലനത്തിലൂടെ കൂട്ടായ്മയ്ക്ക് ശക്തി പകരുകയും ചെയ്തു. 26 യൂണിറ്റുകളാണ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇടവക ഫൊറോനോ രൂപതാ തലത്തിൽ പരിശീലനം നേടുന്നതിനായി കൂട്ടായ്മ ഭാരവാഹികളെ അയക്കുകയും പ്രാർത്ഥന നയിക്കുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സജ്ജമാക്കുകയും ചെയ്തു. കാൽവരി സ്റ്റേഡിയം വിപുലപ്പെടുത്തുകയും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംരക്ഷണ ഭിത്തി കെട്ടി 100 മീറ്റർ ട്രാക്കിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു. സെമിത്തേരി ചാപ്പൽ നിർമ്മിക്കുന്നതിനും കല്ലറകളിലേക്ക് ശവസംസ്കാരം മാറ്റുന്നതിന് തീരുമാനമെടുത്ത് കല്ലറകൾ നിർമ്മിച്ചത് ഈ കാലയളവിലാണ്. സംഘടനാ പ്രവർത്തനങ്ങൾക്കും കൈക്കാരന്മാർക്കും പ്രവർത്തിക്കുന്നതിനുള്ള ഓഫീസ് കെട്ടിടം നിർമ്മിച്ചു. 1999 കാൽവരി മൗണ്ടിനും ഹൈറേഞ്ചിനും ആകെ പുത്തൻ പ്രതീക്ഷ നൽകിക്കൊണ്ട് തരിശ് നിലങ്ങളെ വിളഭൂമിയാക്കുന്ന ചെറുകിട തേയില കൃഷിക്ക് ക്രെഡിറ്റ് യൂണിയൻ വഴി തേയിലത്തൈകൾ വിതരണം ചെയ്തു. ഹൈലാൻഡ് ടീ ഫാക്ടറി സ്ഥാപിക്കപ്പെടുകയും കൊളുന്തിന് ന്യായവില ഉറപ്പാക്കുകയും ചെയ്തത് അന്നും ഇന്നും അനുസ്മരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇടവകയുടെ പ്രവർത്തനത്തിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അദ്ദേഹം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട് മൂവാറ്റുപുഴയിലേക്ക് പോയി. ആസൂത്രണത്തിന്റെയും സംഘാടന വൈഭവത്തിന്റെയും രാജകുമാരൻ, കുടുംബ യൂണിറ്റുകളെ വാനോളം വളർത്തിക്കൊണ്ട് കൂട്ടായ്മയുടെയും ആത്മനവീകരണത്തിന്റെയും ചൈതന്യത്തിലേക്ക് ഇടവകയെ കൈപിടിച്ച് നടത്തിയ ആത്മീയ പിതാവ്. 1994 മുതൽ 1999 വരെ 5 വർഷക്കാലം ഇടവകയെ നയിച്ച വികാരിയച്ഛന്റെ വാക്കുകളിലേക്ക്. സെന്റ് ജോർജ് ഇടവക സമാരംഭിച്ചിട്ട്
50 വർഷം തികയുന്ന ഈ അവസരത്തിൽ ഇടവകങ്ങൾക്ക് ഓരോരുത്തർക്കും ജൂബിലിയുടെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുകയാണ്. കാലം അത്രയും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി ഈ ഇടവകയുടെ വികാരി എന്ന നിലയിൽ 5 വർഷം സേവനം ചെയ്യുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനും നല്ല തമ്പുരാന് നന്ദി പറയുന്നതോടൊപ്പം സ്നേഹം കൊണ്ടും സഹകരണം കൊണ്ടും എന്നെ ഏറെ സഹായിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇനിയ കാലഘട്ടം കൊണ്ട് ഇത്ര വലിയ മനോഹരമായ ഒരു ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി അതിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടക്കുന്ന ഈ അവസരത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളം. തടത്തിലച്ഛന് ശേഷം ഫാദർ ജോൺ ആനിക്കോട്ടിൽ വികാരിയായി കാൽവരി മൗണ്ടിലെത്തി. കർഷകരുടെയും സാധാരണക്കാരുടെയും ഉന്നമനത്തിനായി ഒട്ടേറെ പദ്ധതികൾ അച്ഛൻ ആവിഷ്കരിച്ചു. ബയോഗ്യാസ് പ്ലാന്റുകൾ നിർമ്മിക്കുക, മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുക, ആധുനിക കന്നുകാലിക്കൂടുകൾ നിർമ്മിക്കുക, ശാസ്ത്രീയമായ കൃഷിരീതികൾ അവലംബിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടുകൂടി ഇടവകയിലാകമാനം വീടുകൾ തോറും കയറിയിറങ്ങി സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുകയും അതിന്റെ വിശകലനവും അവലോകനവും നടത്തുകയും ചെയ്തു. അതിന്റെ ഫലമായി കർഷകരെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയും ചൂഷണങ്ങളിൽ നിന്നും അജ്ഞതയിൽ നിന്നും ഭാവി പദ്ധതികളുടെ പര്യാലോചനകളുടെ അഭാവങ്ങളിൽ നിന്നും സാധാരണക്കാരെ രക്ഷിക്കുന്നതിനു വേണ്ടി വിപ്ലവകരമായ ഒരു പ്രസ്ഥാനത്തിന് കാട്സിന് രൂപം നൽകി. ഒരു ഓണക്കാലത്ത് അച്ഛൻ ആരംഭിച്ച ജനകീയ ചന്തയുടെ പരിവർത്തിത രൂപമാണ് ഇന്ന് കാണുന്ന വ്യാപാര സ്ഥാപനം. അച്ഛന്റെ കാലഘട്ടത്തിൽ കാൽവരി മൗണ്ടിന് ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിക്കപ്പെട്ട് വിജ്ഞാപനം ഇറക്കുകയും കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തുവെങ്കിലും അനുവദിക്കപ്പെട്ട സ്കൂളുകളുടെ ലിസ്റ്റിനെപ്പറ്റി സംസ്ഥാന തലത്തിൽ പരാതി ഉയരുകയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ കോടതിയുടെ ഇടപെടലും രാഷ്ട്രീയ സമ്മർദ്ദവും മൂലം നമുക്കത് അന്യമായി. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കാൽവരി സ്റ്റേഡിയത്തിന്റെ പവലിയനും സ്പോർട്സ് ഡ്രസ്സിംഗ് റൂമുകളും നിർമ്മിച്ചത് ജോണച്ചന്റെ കാലഘട്ടത്തിലായിരുന്നു. അധ്വാനിക്കുന്ന കർഷകന്റെ വിയർപ്പിന് വിലയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച കാൽവരി മൗണ്ടിന്റെ അമരക്കാരൻ, ജാതിമത ഭേദമന്യേ ഏവർക്കും സ്വീകാര്യനും പ്രാപ്യനുമായ സംഘാടകൻ, ചൂഷണത്തിൽ നിന്നും അജ്ഞതയിൽ നിന്നും കാൽവരി മൗണ്ടിനെ തട്ടിയുണർത്തിയ സാധാരണക്കാരന്റെ ആത്മീയ നേതാവ്. 1999 മുതൽ 2002 വരെ ഇടവകയെ നയിച്ച അച്ഛന്റെ വാക്കുകളിലേക്ക്. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ സഹോദരി സഹോദരന്മാരെ, ജൂബിലി ആഘോഷിക്കുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള നന്ദി നിറഞ്ഞ ദൈവകൃപയുടെ ഒരു അനുസ്മരണം കൂടിയാണ്. അത് ഒരു ദേവാലയത്തിൻ്റെതായി കഴിയുമ്പോൾ, ഒരു ആരാധനാ സമൂഹത്തിൻ്റെതായി കഴിയുമ്പോൾ അതിന് ഇരട്ടി മധുരമാണ് ഉണ്ടാകുക. ഇന്നിപ്പോൾ അതിമനോഹരമായിട്ട് പടുത്തുയർത്തിയിട്ടുള്ള ദേവാലയത്തിന് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏകദേശം 50 വർഷക്കാലത്തോളം ഒരു കാത്തിരിപ്പിന്റെ ഒരു സ്വപ്നത്തിന്റെ ആവിഷ്കാരമാണ് നമ്മളിവിടെ കാണുക. എനിക്ക് പറയാനുള്ളത്, ഈ കാൽവരി മൗണ്ടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഇവിടെ ആരാധന സമൂഹത്തിന്റെ കൂട്ടായ്മയാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ആവാലവൃത്തം ജനങ്ങള് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സഹോദരങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ എല്ലാം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ, കാണുമ്പോൾ ചെറുതാണെങ്കിലും ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ആ ഒരു പെരുമ ഈ കാൽവരി മൗണ്ടിനുണ്ട് എന്ന് പറയാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 50 വർഷക്കാലം വളരെ മനോഹരമായിട്ട് ദൈവത്തിന്റെയും മനുഷ്യരുടെ മുൻപിൽ നന്മ ചെയ്തുകൊണ്ട് എല്ലാവർക്കും മാതൃകയായി ഇടവക പ്രശോഭിച്ചു. ഇതും ഇനിയും നാൾക്കുനാൾ അതിലങ്ങനെ വർദ്ധിക്കട്ടെ, അല്ലെങ്കിൽ പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ ഇടവകയുടെ മധ്യസ്ഥനായ യുവറീസിന് നമ്മളെല്ലാവരെയും സമർപ്പിക്കുന്നു. ആ ധീരനായ യോദ്ധാവിന്റെ ആ വീര്യവും ശൗര്യവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഗോൾഡൻ ജൂബിലിയുടെ മംഗളം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്
എല്ലാവിധ പ്രാർത്ഥനകളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളും സംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജോണച്ചന് ശേഷം ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ വികാരിയായി. അധ്യാപകനായും ഇടവക വികാരിയായും 6 വർഷക്കാലം അദ്ദേഹം ഇടവകയെ നയിച്ചു. പാരീഷ് ഓഫീസുകൾക്ക് മുകളിലായി പാരീഷ് ഹാൾ നിർമ്മിച്ചു. കാൽബരി മൗണ്ടിന്റെ തിലകക്കുറിയായി പ്രശോഭിക്കുന്ന സെന്റ് ജോസഫ്സ് കപ്പേള ബഹുമാനപ്പെട്ട തോമസ് മഞ്ഞക്കുന്നേലച്ചന്റെ പാവനാവിലാസത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ്. 16 ലക്ഷത്തിലധികം രൂപ മുടക്കി നിർമ്മിച്ച കപ്പേള ഏവരുടെയും മനം കവരുന്ന ആത്മീയ ദൃശ്യ സാക്ഷാത്കാരമാണ്. 2008 മെയ് 4 ഇടുക്കി രൂപതാ മെത്രാൻമാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് കപ്പേള ആശീർവദിച്ചു. പഠന മികവും സാമർഥ്യവുമുള്ള വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനും വേണ്ടി കാൽവരി അക്കാദമിക് പ്രൊമോഷൻ സ്കീം ആരംഭിച്ചു. മരണഫണ്ട് ആരംഭിക്കുന്നതും ഈ കാലയളവിലാണ്. 8 മൈൽ പ്രദേശത്തു നിന്നുള്ള ഇടവക ജനങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി പണിതുയർത്തിയ അമലപുരം സെന്റ് മേരീസ് കപ്പേള 2004 ഏപ്രിൽ 21 അഭിമന്യ പിതാവ് വെഞ്ചരിച്ചു. 2002 ബഹുമാനപ്പെട്ട ജോൺ ആനിക്കോട്ടിലച്ചനാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവച്ചത്. 1992 ഡബിൾ കട്ടിങ്ങിൽ മെയ് മാസ വണക്കത്തിനായി സെന്റ് മേരീസ് കുരിശടി സ്ഥാപിച്ചു. 1992 തന്നെ നരിമറ്റം പാറയിൽ കർമ്മലഗിരി കുരിശടിയും കല്യാണത്തണ്ടിൽ ടൂറിസം കൗണ്ടർ ഇരിക്കുന്ന ഭാഗത്ത് ചാവറ കുരിശടിയും സ്ഥാപിച്ചിരുന്നു. 2005 ഫെബ്രുവരി 4 കൂട്ടക്കല്ല് സെന്റ് ജോർജ് കുരിശടി വെഞ്ചരിച്ചു. 6 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം വൈസ് പ്രൊവിൻഷ്യാളായി തെരഞ്ഞെടുക്കപ്പെട്ട് തോമസ് അച്ചൻ മൂവാറ്റുപുഴയിലേക്ക് സ്ഥലം മാറിപ്പോയി. ശില്പകല വൈദഗ്ധ്യവും സർഗശേഷിയും കൈമുതലാക്കിയ CMI സഭയുടെ സന്യാസ പ്രമുഖൻ, കാൽവരി മൗണ്ടിന്റെ യശസ് ചാരുതയാർന്ന ശില്പകലയിലൂടെ അനശ്വരമാക്കിയ നവീന കാൽവരി മൗണ്ടിന്റെ ശില്പി. 2002 മുതൽ 2008 വരെ 6 വർഷക്കാലം ഇടവകയെ നയിച്ച തോമസ് അച്ചന്റെ വാക്കുകളിലേക്ക്. കാൽവരി മൗണ്ട് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ സുന്ദര നിമിഷത്തില് ഇടവകങ്ങളെല്ലാവർക്കും ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. 50 വർഷം പിന്നിടുമ്പോൾ ഒട്ടേറെ മധുര സ്മരണകൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഓർക്കുവാനുണ്ട്. ജൂബിലി വർഷം ഒരു നന്ദിയുടെ വർഷമാണ്. അതിന് നന്ദി സൂചകമായിട്ട് വളരെ മനോഹരമായ ഒരു ദേവാലയം പടുത്തുയർത്തുവാൻ എല്ലാവരുടെയും പരിശ്രമത്തിലൂടെ ദൈവ കൃപയിലൂടെ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. വളരെ മനോഹരമായ ദേവാലയം രൂപപ്പെട്ടു വരുമ്പോൾ, പൂർത്തിയാക്കി വരുമ്പോൾ ഇത് ഏറെ കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രാർത്ഥനയുടെയും ഒരുമയുടെയൊക്കെ വലിയ പ്രതീകമായിട്ട് ദൈവം നൽകിയ വലിയ വിധാനമായിട്ടും ഇതിനെ കാണുകയാണ്. ഈ അവസരത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നേതൃത്വം വികാരിച്ചിനെയും ഇടവക്കാരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. തോമസ് അച്ചന് ശേഷം ഫാദർ ജോർജ് കൊച്ചുപറമ്പിൽ വികാരിയായി. വിശ്വാസ പരിശീലന രംഗവും സംഘടനാ പ്രവർത്തനങ്ങളും സജീവമാകുകയും മാതൃദീപ്തി, മിഷൻ ലീഗ്, തിരുബാല സഖ്യം തുടങ്ങിയ സംഘടനകൾ രൂപതാതലത്തിൽ മുൻപന്തിയിലെത്തുകയും ചെയ്തു. 2017 സമാഗതമാകുന്ന സുവർണ ജൂബിലിക്ക് മുന്നോടിയായി നിലവിലുള്ള ദേവാലയം അറ്റകുറ്റപ്പണികൾ നടത്തുകയോ പുതുക്കിപ്പണിയുകയോ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന തിരിച്ചറിവിൽ ദേവാലയ പുനർനിർമ്മാണത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. 3 വർഷത്തെ സേവനത്തിനു ശേഷം മൂവാറ്റുപുഴ പ്രൊവിൻസ് കൌൺസിലറും മൈനർ സെമിനാറി റെക്ടറുമായി ജോർജ് അച്ചൻ സ്ഥലം മാറിപ്പോയി. സൗമ്യതയും ലാളിത്യവും ആത്മീയ ചൈതന്യവും കൊണ്ട് ഇടവകയെ തൊട്ടുണർത്തിയ കാർമലീത്ത പുരോഹിതൻ, സ്നേഹവും കർമ്മകുശലതയും കൊണ്ട് കർമ്മപദങ്ങളിലെല്ലാം സൂര്യ തേജസ് പരത്തിയ വൈദിക സാന്നിധ്യം. 2008 മുതൽ 2011 വരെ ഇടവകയെ നയിച്ച അച്ഛന്റെ വാക്കുകളിലേക്ക്.
സഹോദരങ്ങളെ, ഇന്ന് ഏറെ സന്തോഷത്തോടെ നിങ്ങൾ അഭിമാനിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പേരോട് നന്ദി പറയാനുണ്ടാകാം. അലവനാദീപത്തോട്, മുൻ വികാരിച്ചന്മാരോട്, അതുപോലെ തന്നെ മൺമറഞ്ഞു പോയ കഠിനാധ്വാനം ചെയ്ത് ഈ നാട് ഇപ്പോഴത്തെ അവസ്ഥയിലാക്കി തരുവാനായിട്ട് അധ്വാനിച്ച ഒത്തിരിയേറെ പേര്, കണ്ണീരൊഴുക്കിക്കൊണ്ട് ഭക്ഷണം പോലും വരുന്ന കഴിക്കാനില്ലാതെ ജീവിച്ച അധ്വാനിച്ച ഒത്തിരിയേറെ പേര്, അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല വളർച്ച കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒത്തിരിയേറെ പേര്, നല്ല കൈക്കാരന്മാർ, നല്ല കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഇടവകയുടെയും നാടിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ച ഒത്തിരിയേറെ നല്ല അഭ്യുദയകാംക്ഷികൾ, എല്ലാവരെയും നമുക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കുവാനുള്ളതാണ്. അതിലേറെ ഈ കാൽവരി മൗണ്ട് ഇടവകയുടെ ഓരോ കുടുംബവും ഇന്ന് അഭിമാനിക്കുന്നു. നിങ്ങളുടെ ചോരയും നീരും, നിങ്ങളുടെ ചില്ലിക്കാശുകൾ ഇന്ന് ഈ ദേവാലയത്തിൻ്റെ കൂടെയുണ്ട്. അത് നിങ്ങൾ സമ്പത്തായിട്ട് കൊടുത്തു എന്ന് വിചാരിക്കേണ്ട, തമ്പുരാന് കൊടുത്ത ഒരു ദശാംശമായിട്ട് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും തമ്പുരാന് കൊടുത്ത ദശാംശം നിങ്ങൾക്കത് 10 ഇരട്ടിയായി 100 ഇരട്ടിയായി അനുഗ്രഹമായിട്ട് തമ്പുരാൻ തിരിച്ചു തരും. ആ അനുഗ്രഹമായിരിക്കട്ടെ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന കാൽവരി മൗണ്ട് ഇടവക ദേവാലയത്തിനും, അതുപോലെ തന്നെ ദേവാലയ വെഞ്ചിരിപ്പിൻ്റെ മംഗളമുഹൂർത്തത്തിൽ സന്തോഷത്തിൽ ആയിരിക്കുന്ന നിങ്ങൾക്കേവർക്കും, ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ നന്ദിയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. പരിശുദ്ധത്വത്തിൻ്റെ അനുഗ്രഹം, പരിശുദ്ധമ്മയുടെ അനുഗ്രഹം, വിശുദ്ധ യേശുപിതാവിന്റെ മാധ്യസ്ഥ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. കേരളത്തിലെ സകല വിശുദ്ധരുടെയും, പ്രത്യേകിച്ച് ഈ ഇടവക ദേവാലയത്തെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിൻ്റെയും സാന്നിധ്യവും മധ്യസ്ഥവും നിങ്ങൾക്ക് ധാരാളം കൊണ്ടുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധത്വത്തിൻ്റെ അനുഗ്രഹം, ആശീർവാദം നിങ്ങൾക്കെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം ആശംസിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ സ്വാഗതിക്കുന്നു. നന്ദി, നമസ്കാരം. ഹൈറേഞ്ചിന്റെ ശില്പകലാവിസ്മയം കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയം 2018 ഫെബ്രുവരി 3 ഇടുക്കി രൂപത അധ്യക്ഷന്മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനാൽ കൂദാശ ചെയ്യപ്പെടുമ്പോൾ ഈ ദേവാലയം പണിതുയർത്തുന്നതിന് പിന്നിൽ ഒരു നാടിന്റെ മുഴുവൻ ഒത്തുചേരലിന്റെയും അധ്വാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ചരിത്രമുണ്ട്. കാൽവരി മൗണ്ട് വികാരിയായി ചുമതലയേറ്റ ജോഷി മലയക്കുടി അച്ഛനാണ് കാൽവരി മൗണ്ട് ഇടവകയ്ക്ക് പുതിയ ദേവാലയം പണിയുക എന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തത്. തികച്ചും സാധാരണക്കാരായ 500ഓളം കുടുംബങ്ങളാണ് കാൽവരി മൗണ്ട് ഇടവകയ്ക്കുള്ളത്. മാനസികമായും ആത്മീയമായും അച്ഛൻ ദേവാലയ നിർമ്മിതിക്കായി ഒരുങ്ങുമ്പോഴും പുതിയ ദേവാലയ നിർമ്മാണത്തിന് സാമ്പത്തികം കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമായ ജോലിയായിരുന്നു. പുതിയ ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി മാനസികമായും ആത്മീയമായും സാമ്പത്തികമായും ഒരുങ്ങുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആരംഭിച്ചു. അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപം ഇടവകയിലെ ഓരോ ഭവനങ്ങളിലും 3 തവണ എത്തിച്ചേർന്ന ജപമാല പ്രയാണം തുടങ്ങി. ദേവാലയ നിർമ്മിതിക്ക് വേണ്ടിയുള്ള യാചനാ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥനയോടൊപ്പവും ദിവ്യബലിക്കു ശേഷവും ഏവരും ചേർന്ന് ഏറ്റുചൊല്ലി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപ ചിത്രപ്രയാണവും നൊവേനയും ആരംഭിച്ചു. കൂടാതെ ചില്ലിക്കാശിൽ നിന്നും ശില്പം തീർക്കാൻ എല്ലാ ഭവനങ്ങളിലും നിക്ഷേപപാത്രങ്ങൾ സ്ഥാപിച്ചു. പണം കണ്ടെത്തുന്നതിനായി ജോഷിയച്ചൻ ഓരോ വീടും കയറിയിറങ്ങി. ഓരോ വീട്ടിലും ചെന്ന് പുതിയ ദേവാലയ നിർമ്മാണത്തിന് എത്ര രൂപ നൽകാൻ കഴിയും എന്ന് അച്ഛൻ ഓരോ വീട്ടുകാരോടും ചോദിച്ചറിഞ്ഞു. ഓരോ വീട്ടുകാരും തങ്ങളാൽ കഴിയുന്ന ഒരു തുക പള്ളിപ്പണിക്കായി അച്ഛന് തരാമെന്ന് ഉറപ്പു നൽകി. ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്ത തുക 3 ഗഡുക്കളായി പിരിച്ചെടുക്കാനും തീരുമാനിച്ചു. തുടർന്ന് യുവവൈദികനായ ജോഷിയച്ചൻ തന്റെ യുവത്വം പൂർണ്ണമായും ദേവാലയ നിർമ്മാണത്തിനായി സമർപ്പിച്ച് ഊണും ഉറക്കവുമില്ലാതെ പുതിയ ദേവാലയത്തിന്റെ ആദ്യ ദിവ്യബലിയെ മാത്രം ലക്ഷ്യം വെച്ച് ദേവാലയ നിർമ്മാണത്തിനായുള്ള പ്രയാണം തുടങ്ങി. 2015 ജനുവരി 3 കാൽവരി മൗണ്ട് ഇടവകയുടെ പുതിയ ദേവാലയമെന്ന സ്വപ്നത്തിന് ചിറകുമുളച്ച ദിനം. ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവ് ഇടവകയുടെ പുതിയ ദേവാലയത്തിന്റെ തറക്കല്ലിടൽ തിരുക്രമം നിർവഹിച്ചു. CMI കാർമൽ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലായ തോമസ് മഞ്ഞക്കുന്നേലച്ഛനും ഇടവകയുടെ മുൻ വികാരിയച്ഛന്മാരും സന്നിഹിതരായിരുന്ന തറക്കല്ലിടലിന് ഇടവക വിശ്വാസികൾ മുഴുവൻ സാക്ഷികളായി. പുതിയ പള്ളി നിർമ്മാണ രംഗത്ത് പ്രഗത്ഭനായ വർഗീസ് മേസ്തിരി സണ്ണി പനച്ചിനാനിക്കലിന്റെ രൂപകൽപ്പനയനുസരിച്ച് ദേവാലയ നിർമ്മാണം ആരംഭിച്ചു. പഴയ പള്ളിയിരിക്കുന്ന സ്ഥലത്ത് പാരിഷ് ഹാളിന്റെ ഒരു ഭാഗവും കാഡ്സ് പൂർണ്ണമായും പുതിയ പള്ളിക്കായി പൊളിച്ചു നീക്കി. ജോഷിയച്ചന്റെ സൂക്ഷ്മവും ദീർഘവീക്ഷണത്തോടും കൂടിയുള്ള നിർദ്ദേശങ്ങളോടെ ഓരോ ദിവസവും പള്ളിപ്പണി പുരോഗമിച്ചു.
വിവിധ പ്രോഗ്രാമുകൾ, കല്യാണം തുടങ്ങിയ കാര്യങ്ങൾക്ക് സ്കൂളുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇടവകയ്ക്ക് പള്ളിക്കൊപ്പം ഒരു വലിയ പാരിഷ് ഹാളും ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ അച്ഛൻ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് താഴത്തെ നില പാരിഷ് ഹാളായും അതിനു മുകളിൽ പള്ളിയും പണിയുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, വെറും 365 ദിവസങ്ങൾ കൊണ്ട് 4500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള പാരിഷ് ഹാൾ നിർമ്മാണം പൂർത്തിയായി. തുടർന്ന് ദിവ്യബലി പാരിഷ് ഹാളിലേക്ക് മാറ്റി. ഇതിന്റെ ഭാഗമായി 2016 ജനുവരി 3 പഴയ പള്ളിയിലെ അവസാന ദിവ്യബലി CMI പ്രൊവിൻഷ്യൽ തോമസ് മഞ്ഞക്കുന്നേൽ അച്ഛന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കുകയും തുടർന്ന് ദിവ്യബലി പാരിഷ് ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു. ദിവ്യബലിക്ക് ഇടവകയെ കഴിഞ്ഞ നാളുകളിൽ നയിച്ച വികാരി അച്ഛന്മാർ സഹകാർമ്മികരായി. 2016 ജനുവരി 3 ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയിംസ് മംഗലശ്ശേരി പാരിഷ് ഹാൾ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. വെഞ്ചരിപ്പിനോടനുബന്ധിച്ച് സമർപ്പിത സംഗമം, കുടുംബജീവിതത്തിൽ ജൂബിലി ആഘോഷിക്കുന്ന കുടുംബങ്ങളുടെ കുടുംബ സംഗമം, മുൻ വികാരിമാരെ ആദരിക്കൽ തുടങ്ങിയവ പൊതുസമ്മേളനത്തിൽ വച്ച് നടത്തപ്പെട്ടു. അച്ഛനും കൈക്കാരന്മാരും പള്ളിപണിക്ക് ആധുനിക രൂപകൽപ്പനയും സാമ്പത്തികവും കണ്ടെത്തുന്നതിനായി പുതിയതായി നിർമ്മിക്കുന്ന ഒട്ടനവധി പള്ളികൾ കയറിയിറങ്ങി. അവിടങ്ങളിൽ നടപ്പാക്കിയിട്ടുള്ള നിർമ്മാണ രീതിയും ആധുനിക ഡിസൈനുകളും സാമ്പത്തിക സമാഹരണ മാർഗങ്ങളും ചോദിച്ചറിഞ്ഞു. അൾത്താര, മുഖവാരം, മണിമാളിക, പള്ളിക്ക് അകത്തും പുറത്തുമായുള്ള വിവിധ ശില്പവിസ്മയങ്ങൾ എന്നിവ തിരഞ്ഞെടുത്തത് വിവിധ പള്ളികൾ നിർമ്മിച്ച് പരിചയമുള്ള ശില്പകലാകാരന്മാരിൽ നിന്നുമാണ്. ഓരോ ദിവസവും പള്ളിപണി പുരോഗമിച്ചുകൊണ്ടിരുന്നു. സാമ്പത്തികം കണ്ടെത്തുന്നതിനായി പള്ളിപ്പറമ്പിൽ ഏലം പണി ആരംഭിച്ചിരുന്നു. കൂടാതെ ആക്രിശേഖരണം, ബിരിയാണി മേള, കേക്ക് മേള, ക്രിസ്തുമസിനോടനുബന്ധിച്ച് നക്ഷത്ര വിതരണം, പടക്ക വിതരണം, സംഭാവന കൂപ്പൺ, ഏത്തവാഴ കൃഷി തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ സാമ്പത്തികം കണ്ടെത്തുന്നതിനായി അവലംബിച്ചു. ഓരോ ഞായറാഴ്ചയും മറ്റ് ഇടവകകളിലെ വീടുകൾ തോറും ഇടവകക്കാർ വികാരിയച്ഛനും മറ്റ് വൈദികർക്കുമൊപ്പം പള്ളിപണിക്ക് പണം കണ്ടെത്തുന്നതിനായി കയറിയിറങ്ങി. ഓരോ ദിവസവും ദേവാലയം മനോഹരമായി പണിതുയർന്നുകൊണ്ടിരുന്നു. 2002 മുതൽ 2008 വരെ തന്റെ ഓരോ ശ്വാസോച്ഛ്വാസവും യുവത്വവും കാൽവരി മൗണ്ട് ഇടവകയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് പുതിയ ദേവാലയം പടുത്തുയർത്തുന്നതിനായി ജോഷിയച്ചൻ അത്യധ്വാനം ചെയ്തു. ഇടവകയെ 6 വർഷക്കാലം നയിച്ച ജോഷിയച്ചന്റെ ദേവാലയ നിർമ്മാണത്തിനായുള്ള ആത്മാർത്ഥമായ സമർപ്പണം ആരുടെയും കരളലിയിക്കുന്നതായിരുന്നു. അച്ഛന്റെ കഠിനാധ്വാനവും ഇടവകക്കാരുടെ ഒത്തുചേരലും മൂലം പള്ളിപണിയുടെ 75% പൂർത്തീകരിച്ചു. സഭയുടെ കാനോനിക നിയമപ്രകാരം 2 തവണ സുപ്പീരിയർ സ്ഥാനം വഹിച്ചിട്ടുള്ള വൈദികർ തസ്ഥാനത്തു നിന്ന് മാറണമെന്ന നിബന്ധനയ്ക്ക് വിധേയമായി ബഹുജോഷിയച്ചൻ CMIയുടെ കാർമൽ പ്രൊവിൻസിന്റെ മിഷൻ കേന്ദ്രമായ പാഠ്യാലയിലേക്ക് സ്ഥലം മാറിപ്പോയി. കാൽവരി മൗണ്ട് ഇടവകയ്ക്ക് പുതിയ ദേവാലയം പണിയാൻ ദൈവം തിരഞ്ഞെടുത്ത പുതിയ ദേവാലയത്തിന്റെ ശില്പി ഫാദർ ജോഷി മലക്കുടി CMI. സുവർണ ജൂബിലിയുടെ നിറവിനെ നവീന ദേവാലയം കൊണ്ട് പരിപൂർണമാക്കാൻ പ്രയത്നിച്ച പുരോഹിത പുണ്യം, നിതാന്ത ജാഗ്രതയും ദീർഘവീക്ഷണവും അനസ്യൂതമായ പരിശ്രമവും കൊണ്ട് അസംഭ്യമെന്ന് കരുതിയ സ്വപ്ന സങ്കല്പത്തെ സാക്ഷാത്കരിച്ച വൈദിക ശ്രേഷ്ഠൻ. 2011 മുതൽ 2017 വരെ 6 വർഷക്കാലം ഇടവകയെ നയിച്ച് പുതിയ ദേവാലയം യാഥാർത്ഥ്യമാക്കിയ അച്ഛന്റെ വാക്കുകളിലേക്ക്. കാൽവരി മൗണ്ടിലെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ജൂബിലിയുടെ മംഗളങ്ങൾ നേരുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം വിശ്വാസജീവിതം നമ്മുടെ അഗസ്റ്റസച്ചൻ തുടങ്ങി ഫൈസച്ചനിലൂടെ അങ്ങനെ പല വികാരിയച്ഛന്മാരും നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളർത്തുവാനായിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എണ്ണ പകർന്നു തന്ന് വെളിച്ചമായി അവർ നമ്മൾ ഓരോരുത്തരിലൂടെയും വിശ്വാസം പകർന്നു തരികയായിരുന്നു. എല്ലാവരെയും ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവർ ചെയ്ത സേവനങ്ങളെ നമുക്ക് ഈ അവസരത്തിൽ നന്ദിയുടെ പ്രാർത്ഥനയായിട്ട് ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വിശ്വാസ ജീവിതത്തിൽ, ഈ വിശ്വാസ തീർത്ഥയാത്രയിൽ നിങ്ങൾ കടന്നുപോയപ്പോൾ അതിൽ പങ്കുചേരുവാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. എൻ്റെ വിശ്വാസ ജീവിതവും ഈ കാൽവരി മൗണ്ടിലെ ജീവിതത്തിൽ വളരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ
ഈ ജൂബിലി വർഷത്തിൽ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് പള്ളിപ്പണി തുടങ്ങുന്ന അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരും എന്നിൽ അർപ്പിച്ച വിശ്വാസം, കർത്താവിൽ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ട് നീങ്ങിയപ്പോഴാണ് എല്ലാം ഭംഗിയായി ഇപ്പോൾ പൂർത്തിയായിരിക്കുക. അപ്പോൾ നിങ്ങൾ കാണിച്ച ഈ വലിയ വിശ്വാസത്തിന്, വലിയ പ്രോത്സാഹനത്തിന് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദേവാലയ പണി പൂർത്തിയാക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് തളിപ്പറമ്പിലച്ചനെയും ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് അഭിനന്ദിക്കുന്നു. ജൂബിലിയുടെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയും ചെയ്യുന്നു. നന്ദി. തുടർന്ന് വികാരിയായി വന്നത് ജോസഫ് തളിപ്പറമ്പിലച്ചനാണ്. ജോഷിയച്ചൻ സ്ഥലം മാറിപ്പോയപ്പോഴും പള്ളിപ്പണിക്ക് യാതൊരു കുറവും മുടക്കവും വരാതെ മുഴുവൻ പണിയും പൂർത്തീകരിച്ചത് ജോസഫ് അച്ഛനാണ്. 25 വർഷത്തെ സമർപ്പിത ജീവിതത്തിൽ ജൂബിലി ആഘോഷിക്കുന്ന അച്ഛന്റെ പരിചയസമ്പത്തും സമയബന്ധിതമായ തീരുമാനങ്ങളും മൂലം ശരവേഗത്തിലാണ് പള്ളിപ്പണി പൂർത്തീകരിച്ചത്. പള്ളിയുടെ ഓരോ മണൽത്തരിയെയും അച്ഛന്റെ വീക്ഷണത്തിലൂടെ മനോഹരമാക്കി. അച്ഛൻ വികാരിയായി ചാർജ് എടുത്ത അന്നു മുതൽ ഊണും ഉറക്കവുമില്ലാതെ ദേവാലയ കൂദാശയുടെ ദിവസം മാത്രം മുന്നിൽ കണ്ട് ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഠിനാധ്വാനം ചെയ്തു. ആരോഗ്യപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് രാത്രി പകലാക്കി അച്ഛൻ പ്രവർത്തിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രൂക്ഷമായപ്പോൾ സാമ്പത്തികം കണ്ടെത്തുന്നതിനായി വിവിധ പദ്ധതികൾ അച്ഛൻ രൂപീകരിച്ചു. പള്ളിപ്പണി പൂർത്തീകരണത്തിനായി ആവശ്യമായി വന്ന 50 ലക്ഷത്തോളം രൂപ അച്ഛൻ ഇടവകക്കാരിൽ നിന്ന് വായ്പയായി സ്വീകരിച്ചു. പള്ളിപ്പണിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന തുക മുഴുവൻ അച്ഛൻ ഇടവകയിലെ മുഴുവൻ വീടുകൾ തോറും കയറിയിറങ്ങി ശേഖരിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അസംഭവ്യമെന്ന് കരുതിയിരുന്ന കാൽവരി മൗണ്ടിന്റെ പുതിയ ദേവാലയം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നു. മനോഹരമായതിനെ മഹത്തരമാക്കിയ കാൽവരി മൗണ്ടിന്റെ ഇടയൻ ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങൾ പോലെ ഇടവകയെ ഒന്നിച്ച് അണിനിരത്തി ശ്രമകരമായ ദൗത്യത്തെ വിജയകിരീടം അണിയിച്ച കാർമൽ പ്രൊവിശ്യയുടെ പുരോഹിത പുണ്യം ഫാദർ ജോസഫ് തളിപ്പറമ്പിൽ CMI ഏറ്റെടുത്ത ദൗത്യത്തെ ജീവനതുല്യം സ്നേഹിച്ച കാൽവരിയുടെ ഇടയൻ. അച്ഛന്റെ സമയബന്ധിതമായ പ്രവർത്തനങ്ങളിലൂടെ കാൽവരി മൗണ്ടിന്റെ സ്വപ്നസൗധം പൂർത്തീകരിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ മനോഹാരിതയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഈ കാൽവരി മൗണ്ട് എന്നും ദൈവകൃപയുടെ സ്പന്ദനങ്ങളാൽ അനുഗ്രഹീതമാണ്. വശ്യസുന്ദരമായ സ്വർഗത്തിന്റെ പിന്നാമ്പുറമെന്ന് വിശേഷിപ്പിക്കുന്ന കാൽവരി മൗണ്ടിന്റെ ശാലീനതയെ മാറ്റിവെച്ചുകൊണ്ട് കാൽവരി ജനതയുടെ ഹൃദയാഭിലാഷമായ സെന്റ് ജോർജ് ദേവാലയം ഇന്ന് പുതുപുത്തൻ തനിമയോടെ ശിരസ്സുയർത്തി നിൽക്കുന്നു. മാനവ ജനതയുടെ ഹൃദയഭാവങ്ങളെ സ്വർഗീയ മഹത്വമാക്കി മാറ്റുവാൻ ഇവിടെ ഒരു ദേവാലയം ഉയർത്തപ്പെട്ടിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. കാൽവരി മൗണ്ടിന്റെ ചിരകാല സ്വപ്നമായ ദേവാലയം ഇന്നിവിടെ വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്യപ്പെടുമ്പോൾ ഈ നാട് അനുഗ്രഹിക്കപ്പെടുകയാണ്. മാലാഖമാരുടെ കീർത്തനഗാനം കാൽവരി മൗണ്ടിന്റെ ഹൃദയത്തിൽ നിന്നും ഉതിർന്നു വീഴുകയാണ്. അത്യുന്നതിന്റെ സിംഹാസനത്തിന്റെ മഹനീയ പ്രഭ ഭൂമിയിൽ പ്രശോഭിതമാക്കുന്ന ഈ ദേവാലയം അനേകം മക്കൾക്ക് അഭയമാണ്, ആലംബമാണ്. ഹൃദയം തുറന്നൊന്ന് പങ്കുവയ്ക്കുവാൻ, കണ്ണീർ കണങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ, പ്രാർത്ഥനാ നിയോഗങ്ങളെ അമൂല്യമാക്കി മാറ്റുവാൻ, ജീവിതത്തെ ദിവ്യകാരുണ്യമാക്കി മാറ്റുവാൻ ഉതകുന്ന ഇടം അതാണ് സെന്റ് ജോർജ് ദേവാലയം. പരിശുദ്ധിയുടെ പരിമളം വിളിച്ചോതുന്ന ഈ ദൈവമഹത്വത്തിന്റെ സിംഹാസനം ഏവർക്കും ഒരനുഗ്രഹവും ദൈവാനുഗ്രഹത്തിന്റെ നിറവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ മനോഹരമായ ശില്പ സൗന്ദര്യമാണ് പുതിയ ദേവാലയത്തിന്റെ മുഖ്യ ആകർഷണീയത. അൾത്താരയുടെ മനോഹരമായ ദൃശ്യവിസ്മയം തീർത്തത് ചാലക്കുടി അടുത്തുള്ള കൊരട്ടിയിൽ നിന്നുള്ളവരാണ്. പള്ളിയുടെ പ്രധാന വാതിലുകളും മറ്റ് വാതിലുകളുമെല്ലാം തേക്കിൻ തടിയിൽ തീർത്തതാണ്. ഓരോ വാതിലുകളിലുമുള്ള കൊത്തുപണികൾ ആരുടെയും മനം കവരുന്നതാണ്. കൊത്തുപണികൾ മുഴുവൻ ചെയ്തത് തങ്കമണി സ്വദേശിയായ റിച്ചാർഡാണ്. തടിപ്പണികൾ പൂർണ്ണമായും ചെയ്തത് പഴയ പള്ളിയുടെ മരപ്പണികൾ ചെയ്ത വലിയ വീട്ടിൽ തങ്കപ്പൻ ആശാരിയുടെ മക്കളായ സുരേഷിന്റെയും ശ്രീകുമാറിന്റെയും നേതൃത്വത്തിലാണ്. ഓരോ ജനലും വിശുദ്ധരുടെ ഗ്ലാസ് പെയിന്റിങ്ങുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. വിവിധ ഗ്ലാസ് വർക്കുകൾ ദേവാലയത്തെ കൂടുതൽ ആകർഷണീയമാക്കുന്നു. 110 കിലോ ഓടിലാണ് ദേവാലയമണി നിർമ്മിച്ചത്. ഇടവകയിലെ വീടുകളിൽ നിന്നുള്ള ഉപയോഗശൂന്യമായ ഓടുവിളക്കുകളും ഓടുപാത്രങ്ങളും ശേഖരിച്ചാണ് മണി വാങ്ങിയത്.
ദേവാലയത്തിനുള്ളിൽ കാണുന്ന ഒട്ടുമിക്ക രൂപങ്ങളും കൊടിമരവും കൽക്കുരിശും വിവിധ ആളുകൾ സ്പോൺസർ ചെയ്തതാണ്. 110 അടി ഉയരത്തിലുള്ള മുഖവാരമാണ് ദേവാലയത്തിന്റെ മറ്റൊരു ആകർഷണീയത. മുഖവാരം പൂർണ്ണമായും കല്ലുകൾ പതിച്ചിരിക്കുന്നു. മുഖവാരത്തിന് മധ്യത്തിലായി വിശുദ്ധ ഗീവർഗീസിന്റെ രൂപവും ഏറ്റവും മുകളിലായി ഈശോയുടെ രൂപവും സ്ഥാപിച്ചിരിക്കുന്നു. മനോഹരമായ രൂപങ്ങൾ വാങ്ങിയത് തൃശൂരിൽ നിന്നുമാണ്. ദേവാലയത്തിന്റെ തറയിൽ ടൈലുകളും ഗ്രാനൈറ്റും പതിപ്പിച്ചിരിക്കുന്നു. ദേവാലയത്തിന്റെ ടൈൽ വർക്കുകൾ ചെയ്തത് കഞ്ഞിക്കുഴിയിൽ നിന്നുള്ള ഷിൻഡോയും പെയിന്റിങ്ങിലൂടെ ദേവാലയത്തെ മനോഹരമാക്കിയത് മാർട്ടിൻ കറുകത്തറയും പോളിഷ് വർക്കുകൾ ചെയ്തത് സിബി കണ്ടത്തിലുമാണ്. പള്ളി മേഞ്ഞിരിക്കുന്നത് ഒറാലിയം ഷീറ്റുകൾ കൊണ്ടാണ്. ഫാബ്രിക്കേഷൻ വർക്കുകൾ മുഴുവൻ ചെയ്തത് പ്രശാന്ത് കൊട്ടാരവും സീലിംഗ് പണികൾ ചെയ്തത് മനോജ് കാമാക്ഷിയുമാണ്. വിവിധ ലൈറ്റുകളുടെ പ്രകാശം പള്ളിയെ മനോഹരമാക്കുന്നു. വയറിംഗ് വർക്കുകൾ ചെയ്തത് തുണ്ടിയിൽ ലിജേഷ് ആണ്. പള്ളിക്ക് ചുറ്റുമായി 12 അടി വീതിയിൽ തറയോടുകൾ പാകിയിരിക്കുന്നു. ബാക്കി ഭാഗം മെറ്റൽ വിരിച്ച് പള്ളിമുറ്റം മനോഹരമാക്കിയിരിക്കുന്നു. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരു നീണ്ട നാളത്തെ കാത്തിരിപ്പിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു സുദിനമാണിത്. ആളുകളുടെ ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ ഈ ദേവാലയം. സന്തോഷ ദിനങ്ങളിൽ ഇതിനായി സഹകരിച്ച എല്ലാവരെയും കൈക്കാരന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. അവരുടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഓരോരുത്തർക്കും അർപ്പിക്കുകയാണ്. ഇടവകയെ സംബന്ധിച്ചോളം ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ നിന്ന് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം പണിതുയർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളുടെയും അകമഴിഞ്ഞ സഹകരണവും അവരുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും അവർ ഇതിനായി സാമ്പത്തിക സഹായങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഈ ദേവാലയം നമുക്ക് പണിത് പൂർത്തിയാക്കാനായത്. ഇതിനായി പരിശ്രമിച്ചിട്ടുള്ള ഏറ്റവും ഞങ്ങൾക്കുള്ള കടപ്പാട് ഈ ദേവാലയ നിർമ്മാണം ആരംഭിക്കാൻ എല്ലാവിധ പരിശ്രമങ്ങളും ചെയ്ത ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോഷി മലയപ്പുഴയച്ചനെയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഷിയച്ചനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ കഠിനാധ്വാനവും പ്രാർത്ഥനയും അച്ഛൻ്റെ ആത്മീയ ജീവിതത്തിലെ ആ ഒരു ഉയർച്ചയും ഒക്കെ കൊണ്ടാണ്, അതിൻ്റെ ആ ദൃഢത കൊണ്ടാണ് ഈ ദേവാലയം ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ മനോഹരമായ രീതിയിൽ പണിതുയർത്താൻ കഴിഞ്ഞത്. ഈ അച്ഛനെ ഞങ്ങൾ ഇടവകയെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളിലും ഇടവക ജനങ്ങളെ മുഴുവനും ഈ വിഷയത്തിനെക്കുറിച്ച് എന്നും ഓർമ്മിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വിഷയത്തിനെ എന്നും ഓർമ്മിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ അവസാന ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായ ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി ഫാദർ ജോസഫ് തളിപ്പറമ്പരത്തിനെയും ഞങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് സുവർണ ജൂബിലിയുടെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ CMC കോൺവെൻറ്റിൻ്റെ ഇന്നത്തെ സാരഥികളുടെ അവിടെയുള്ള അംഗങ്ങളുടെ ഏറ്റവും ആത്മാർത്ഥമായ സഹകരണവും അവരുടെ പ്രാർത്ഥനയും ഈ സംരംഭം, ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കുന്നതിന് വളരെ സഹായകരമായിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രസാദ CMCയെയും അവരോടൊപ്പമുള്ള റവറൻഡ് സിസ്റ്റർ സുനിത CMCയെയും സിസ്റ്റർ ഐറിൻ CMCയെയും അവരുടെ സഹപ്രവർത്തകരെയും എല്ലാം ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഈ ഇടവകയുടെ പേരിൽ അവർക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഈ സന്തോഷ ദിനത്തിൽ നമ്മളുടെ എല്ലാ സന്തോഷങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. കാൽവരി മൗണ്ടിലെ ജനങ്ങളെ ജാതിമത ഭേദമന്യേ സ്നേഹിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും ചെയ്ത അസിസ്റ്റന്റ് വികാരിമാർ നമുക്ക് അവിസ്മരണീയമായ സേവനമാണ് ചെയ്തിരിക്കുന്നത്. 2 തവണയായി 3 വർഷം അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ഇടവക പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുകയും ചെയ്ത പരേതനായ ഫാദർ വർഗീസ് കിളിയന്തറ 10 വർഷക്കാലം പൈസച്ചനോടൊപ്പം അദ്ദേഹത്തിന്റെ വലതു കൈയായി പ്രവർത്തിക്കുകയും സൺഡേ സ്കൂൾ പ്രഥമ അധ്യാപകനായി വിശ്വാസ പരിശീലന രംഗത്തെ നയിക്കുകയും സംഘടനകൾക്ക് വേണ്ട പ്രോത്സാഹനവും ദിശാബോധവും നൽകുകയും ചെയ്ത പരേതനായ ജോസ് വെട്ടുകല്ലുംപുറം എന്നിവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. ഫാദർ ജോൺ തലച്ചിറ, ഫാദർ പൗലോസ് കളപ്പുര, ഫാദർ ജോർജ് കുറവക്കാട്ട്, ഫാദർ സണ്ണി മുണ്ടുനടയിൽ, ഫാദർ സജി അരിമറ്റത്തിൽ, ഫാദർ ജോബിൻ ഒഴാക്കൽ, ഫാദർ ഷിൻഡോ പടിഞ്ഞാറക്കര, ഇപ്പോഴും അസിസ്റ്റന്റായി സേവനം അനുഷ്ഠിക്കുന്ന ജോബിനച്ചൻ തുടങ്ങിയവരോടെല്ലാം നാം കടപ്പെട്ടിരിക്കുന്നു. കാൽവരി ഹൈസ്കൂളിന്റെ സ്ഥാപക ഹെഡ്മാസ്റ്ററും
ഇടവക ഭരണത്തിലെ സഹായിയുമായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് പൈനാടത്തച്ഛൻ കാൽവരി ഹൈസ്കൂളിന് സ്വന്തമായ വ്യക്തിമുദ്ര നൽകി. ഹൈസ്കൂൾ ഹെഡ്മാസ്റ്ററായി ഫാദർ ജോർജ് കളമ്പാട്ട്, ഫാദർ ജോർജ് കുറവുക്കാട്ട് എന്നിവരുടെ സേവനങ്ങൾ നിസ്തൂലമാണ്. കാലാകാലങ്ങളിൽ ആശ്രമാംഗങ്ങളായിരുന്ന എല്ലാ വൈദികരുടെയും സേവനം ഇടവയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസിന്റെ പ്രഥമ പ്രൊവിൻഷ്യൽ പരേതനായ ഫാദർ മാത്യു ബാത്തൂസ് മുതൽ ഇപ്പോഴത്തെ പ്രൊവിൻഷ്യലായ ഫാദർ പോൾ പറക്കാട്ടേൽ വരെ പ്രത്യേകമായ പരിലാളനയോടെ കാൽവരി മൗണ്ട് ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്നു. 1970 ആരംഭിച്ച കർമ്മലീത്ത സന്യാസി സഭയിലെ സിസ്റ്റർ ജെയിൻ മേരി തുടങ്ങി സിസ്റ്റർ പ്രസാദ വരെയുള്ള എല്ലാ സുപ്പീരിയേഴ്സും ഇടവകയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മഠത്തിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് അധ്യാപകരായും സഭാ ശുശ്രൂഷകരായും ദൈവജനത്തെ വളർത്തിയെടുത്ത എല്ലാ സന്യാസിനിമാരോടും നാം കടപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് 32 വർഷക്കാലം പ്രഥമ അധ്യാപകയായി ജോലി ചെയ്ത സിസ്റ്റർ ഗ്രേസ് വെല്ലിയെയും 27 വർഷക്കാലം UP സ്കൂൾ ഹെഡ്മിസ്ട്രസായി ജോലി ചെയ്ത സിസ്റ്റർ ദീപ്തിയെയും 15 വർഷക്കാലം അധ്യാപകയായി ജോലി ചെയ്യുകയും മാതൃദീപ്തിക്ക് രൂപവും ഭാവവും നൽകി അഭിവിഭക്ത കോതമംഗലം രൂപതയിൽ 1ാം സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്ത സിസ്റ്റർ ടെർസിലെയും ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസായി 6 വർഷക്കാലം കാൽവരി ഹൈസ്കൂളിനെ നയിച്ച സിസ്റ്റർ ലേത്തൂസും കാർമൽഗരി പ്രൊവിൻസിന്റെ സിസ്റ്റർ പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ മഠത്തിലെ മദറായിരുന്ന സിസ്റ്റർ ആലിസ് മരിയ പ്രൊവിൻഷ്യലായി തിരഞ്ഞെടുക്കപ്പെട്ടതും നമുക്കെന്നും അഭിമാനാർഹമാണ്. ദൈവവിളിയുടെ കാര്യത്തിൽ ധന്യമാണ് കാൽവരി മൗണ്ട് ഇടവക. 14 വൈദികരും 46 സന്യാസിനികളും ഈ ഇടവകയിൽ നിന്നും സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നു. കേരള ടൂറിസം മാപ്പിൽ തനതായ ഇടം നേടി പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിന്റെ അറിയപ്പെടുന്ന കേന്ദ്രമാണ് കാൽവരി മൗണ്ട്. ഇടുക്കി ജില്ലയിൽ ടൂറിസ്റ്റുകളുടെ സന്ദർശനത്തിൽ 1ാം സ്ഥാനത്ത് വാഗമണ്ണും 2ാം സ്ഥാനത്ത് കാൽവരി മൗണ്ടുമാണ്. കാൽവരി മൗണ്ടിനെ ടൂറിസ്റ്റുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് വശ്യമായ പ്രകൃതി ഭംഗിയിലേക്ക് അവരെ ക്ഷണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ 1980കളിൽ ബഹുമാനപ്പെട്ട പയസച്ചൻ വികാരിയായിരിക്കെ ദീപിക ദിനപത്രത്തിന്റെ ഒത്താശയോടെയാണ് ആരംഭിച്ചത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന തിരുവചനം പോലെ നാരായഖാനം, തങ്കമണി, നെല്ലിപ്പാറ പ്രദേശങ്ങളുടെ ഒഴിവ് പ്രദേശമായി കിടന്ന മലയോരം ഇന്ന് കേരള വിനോദസഞ്ചാര ഭൂപടത്തിൽ തനതായ സ്ഥാനം നേടിയെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടൂറിസം ഡിപ്പാർട്ട്മെന്റും നാട്ടുകാരും ഒത്തുചേർന്നാൽ കനകം വിളയിക്കാൻ കഴിയുമെന്ന സ്വപ്നഭൂമിയായി കാൽവരി മൗണ്ട് മാറും എന്നതിൽ സംശയമില്ല. കുടിയേറ്റ കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും യാതനകളുടെയും സുവർണ പുഷ്പങ്ങൾ കയ്യിലെന്തുന്നത് ഇന്നത്തെ തലമുറയാണെന്ന തിരിച്ചറിവോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഈ കാലഘട്ടമത്രയും നമ്മെ നയിച്ച കോതമംഗലം ഇടുക്കി രൂപതയിലെ അഭിമന്യ പിതാക്കന്മാരോടും CMI സഭയുടെ ആദരണീയരായ പ്രൊവിൻഷ്യൽമാരോടും നമ്മെ നയിച്ച വികാരിയച്ഛന്മാരോടുമുള്ള കൃതജ്ഞത നമ്മുടെ മനസ്സിൽ എന്നും പ്രാർത്ഥനാ പുഷ്പങ്ങളായി വിരിയട്ടെ എന്ന് ആശംസിക്കുന്നു.